അപ്പൊ ഈ അഖിലിന്റെ വിഷയത്തിൽ അലൻ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് മറ്റേ ഈ ഒരു ഇൻഫ്ലുവൻസർ ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ആ ഒരു വ്യക്തിക്ക് സംഭവിച്ച കാര്യങ്ങളിൽ വിഷമമുണ്ട്. പക്ഷെ ഈ ഒരു ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന ഒരാളുടെ ഭാര്യയെ കഴിഞ്ഞിട്ട് പിന്നെ ഓടിപ്പോകുന്നത് ശരിയല്ല. അത് ചെയ്തതിനെ പറ്റിയുള്ള ക്ലാരിഫിക്കേഷൻ പുള്ളിക്കാരത്തിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കണം. കാരണം പുള്ളിക്കാരത്തിൽ ഇതിനെ പ്രതികരിച്ചിട്ടില്ല. അപ്പോ എന്തായാലും ഈ വിഷയം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അലക്കുന്നത് അത്ര നല്ലതെന്ന് തോന്നുന്നില്ല. കാരണം മറ്റേ പമ്പ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ് അത്. എന്നാലും ഭർത്താവുള്ള ഒരാളങ്ങനെ വേറൊരു വ്യക്തിയോട് ഒളിച്ചോടി പോകുന്നത് നല്ലൊരു കാര്യമാണോ? തീർത്തും തെറ്റായിട്ടുള്ള പരിപാടിയാണ്. കാരണം നിയമപ്രകാരം ഇത്രയും ഇപ്പോ ഒരു സിനിമയിൽ വരെ പുള്ളി നായകനായിട്ട് വന്നു, ആ മഹാരാജാസ് ഹോസ്റ്റല്. അപ്പൊ ആ ഒരു സ്റ്റാർഡത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല. പക്ഷെ അത് എത്രത്തോളം പുള്ളിക്കാരത്തിന്റെ ഭാഗത്ത് ക്ലാരിഫിക്കേഷൻ വരണ ശേഷം എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. എന്നാലും ചെയ്ത് തെറ്റാണ്. കാരണം ഒരാണിന്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കുമ്പോൾ അഥവാ അദ്ദേഹത്തിന്റെ വിഷമം ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. കാരണം ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആഫ്റ്റർ നല്ലതെന്നും നമുക്ക് വിചാരിക്കും. പക്ഷെ കല്യാണം കഴിച്ചവരുടെ അവസ്ഥ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ബാഡ് ആകുന്നുണ്ട്. നമുക്ക് ഒരു വ്യക്തിയൊക്കെ ഇപ്പൊ എനിക്കാണെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളാണെങ്കിലും ഭാവിയിൽ കല്യാണം കഴിക്കുമ്പോൾ എത്ര കാര്യങ്ങൾ ഫേസ് ചെയ്യണം വരും. ഇത് കണ്ടിട്ട് ഇപ്പൊ കല്യാണം കഴിക്കാൻ പേടിയാവുന്നില്ല? ചെറുതായിട്ട് പേടിച്ചിട്ട് കാര്യമില്ല, നമ്മളെല്ലാം ഫേസ് ചെയ്യുക. കാരണം സന്തോഷേട്ടനൊക്കെ പറയുന്നുണ്ട് പുള്ളിക്ക് പേടിയാണ്. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ മലയാളികളെ എനിക്ക് തീരെ താല്പര്യമില്ല. മലയാളികൾക്ക് പുറമെ ഒരുപാട് എന്താ പറയാ ഭാഷ ആൾക്കാരുണ്ടല്ലോ. പോപ്പുലർ ആക്കിയത് മലയാളികളല്ലേ? പക്ഷെ മലയാളി പെൺകുട്ടി എനിക്ക് വിശ്വാസമാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മള് തമിഴ്, തെലുങ്ക്, ഹിന്ദി അങ്ങനെ ഒരുപാട് ഭാഷയിൽ, ഇംഗ്ലീഷ് അങ്ങനെ രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് പെണ്ണ് നോക്കുന്നത്. പിന്നെ മലയാളി കുട്ടിയുടെ കോൺസെപ്റ്റ് കറക്റ്റ് ആണെങ്കിൽ മലയാളികളെ കിട്ടും. ഈ കോൺസെപ്റ്റ് ഐഡിയോളജി. ജർമ്മൻ ആളെ കല്യാണം കഴിച്ചിട്ട് അത് ഫേമസ് ആവുന്നുണ്ടല്ലോ അവര് കപ്പിൾ ഭയങ്കരമായിട്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ നോക്കുന്നുണ്ടോ? എന്നാലും വരുമ്പോ നോക്കും, എന്തായാലും വരുമ്പോ നോക്കും. അല്ലാണ്ട് ഇതുപോലെ എടുത്തിയാടിക്കുന്നാൽ പോലും ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഡിവോഴ്സ് ചെയ്ത് പോകുന്ന ആൾക്കാർ പറയുന്നു. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ അഖിലനാട് ഇത്രയും ഫേമസ് ആണ്, ഇത്രയും പോപ്പുലർ ആണ്, സിനിമ നടനാണ് അല്ലെ, മഹാരാജാസ് ഹോസ്റ്റൽ നായകനാണ്. എന്നിട്ടും പുള്ളിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് എന്താണ്, പുള്ളി പോപ്പുലർ അല്ലേ, പുള്ളിക്ക് വരുന്ന കമന്റ്സ് പോസിറ്റീവ് അല്ലേ? ഇപ്പൊ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? കേരളം കമന്റ് ചെയ്യുക. അമ്മ ചേച്ചി, ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ കേസ് കൊടുത്ത് അങ്ങനെ ഡൈവോഴ്സ് പെറ്റീഷൻ ചെയ്തതിനു ശേഷം ഇഷ്ടമുള്ള പോലെ പോവാല്ലേ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നിഷ്ടം കാണിച്ചിങ്ങനെ ഒളിച്ചോടി പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അതെ, കാര്യം എന്താന്ന് വെച്ചാല് ഒരുപക്ഷെ പേടി ഉണ്ടാവാം. ചിലർക്ക് ചില സത്യങ്ങൾ തുറന്നു പറയാൻ ഭയങ്കര പേടിയാ. അത് കുട്ടിക്കാലത്ത് തൊട്ടേ അപ്പനും അമ്മയും ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്തതിന്റെ പേടിയാവാം. അതായിരിക്കാം ഒരു റീസൺ. അല്ലെങ്കിൽ അങ്ങനെ കള്ളത്തരം കാണിക്കുന്ന ഒരു പേഴ്സൺ ആവാം, അത് അവരുടെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. അതും അല്ലെങ്കിൽ വേറൊരു പ്രധാന വിഷയം, ഇവിടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അത് ഭയങ്കര ഈഗോയാണ്. അത് വേണ്ട എങ്കിൽ കൂടി അവരെങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ നോക്കും. അതായത് ഞാൻ മരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ നിന്റെ മേത്ത് ആസിഡ് കോരി ഒഴിക്കും. അത് അങ്ങനെ എത്രയോ ആസിഡ് അറ്റാക്സ് നടക്കുന്നു, എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു പ്രേമത്തിന്റെ പേരില്. അപ്പോ ഒരു പെണ്ണിന് ഒരു ആണിനെ എന്താ പറയാ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പൊ ഇങ്ങനെ ഒളിച്ചോടി പോകുന്നത് ശരിയാണോ? അത് ഒളിച്ചോടി പോകുന്നത് ശരിയല്ല. അതിന്റെ സാഹചര്യം എന്താന്ന് ഞാൻ പറയാണ്. പല സാഹചര്യങ്ങളാണ്. ചിലപ്പോ ചിലര് കള്ളത്തരം ഉള്ള ഒരു കൂട്ടത്തിലായിരിക്കാം. അത് ഇപ്പൊ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന ചീറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു ജനറ്റിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്നാണ് പറഞ്ഞു വരുന്നത്. സ്ത്രീകളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അത് ഇങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അതായത് പുരുഷനും സ്ത്രീയും ഒക്കെ ചീറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആണുങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആണുങ്ങൾ കല്യാണം കഴിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്ത്രീ ആയിക്കൊള്ളണം എന്നില്ല. അത് ഫാമിലിക്ക് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാനൊരു ഫാമിലി മാൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ആണുങ്ങൾ കല്യാണം കഴിക്കാറുണ്ട്. പക്ഷെ അവരുടെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കും. കല്യാണം കഴിച്ചിരിക്കുന്ന വണ്ണമുള്ള കുട്ടിയായിരിക്കും, വേണ്ടത് മെലിഞ്ഞ കുട്ടിയായിരിക്കും. മനസ്സിലായില്ലേ? അത് വേറെ വേറെ കാരണങ്ങൾക്കായിരിക്കും അവർ കല്യാണം കഴിക്കുന്നത്. അപ്പം ഇവര് സൈഡിൽ ഒരാളെ വെക്കും, അവരുടെ ടൈപ്പ്. ഇത് ഫാമിലി കാണിക്കാനും അങ്ങനെ എന്താ പറയാ, ഒരു നല്ല കുട്ടി ഭാര്യ, നോട്ടി കുട്ടി ഗേൾഫ്രണ്ട്.